കാര്യവട്ടം ക്യാമ്പസിൽ എൻട്രൻസ് എഴുതാതിരിക്കുന്നവർക്കും എഴുതിയവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ ഇതിനു മുന്നേ ക്യാമ്പസ് ടൂറിന്റെ പാർട്ട് 1 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെന്തായാലും അക്കൗണ്ട് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റുമേ. ക്യാമ്പസ് വാസ്റ്റ് ആയതുകൊണ്ട് ഒരു വീഡിയോയിൽ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് 2 വീഡിയോസ് ആയിട്ട് ചെയ്യുന്നത്. ക്യാമ്പസിന്റെ മെയിൻ ഗേറ്റ് വഴി നമ്മൾ നടക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിലായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. അവിടെയാണ് കേട്ടോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജിയോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, സൈക്കോളജി ആൻഡ് മാത്തമാറ്റിക്സ് ഉള്ളത്. ഈ ബിൽഡിങ്ങിലാണ് കേട്ടോ അത്. ക്യാമ്പസ് ടൂറിന്റെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ലെഫ്റ്റ് സൈഡിലുള്ള ബിൽഡിങ്സ് ആണ് കേട്ടോ കാണിച്ചത്. ഒരു റൈറ്റ് സൈഡിലുള്ള ബിൽഡിംഗ് ആണ്, ഇത് ഞാൻ കാണിച്ചിട്ടില്ല. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതാണ് നമ്മുടെ സെൻട്രൽ സർക്കിൾ കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ വീഡിയോ ചെയ്തത് സെൻട്രൽ സർക്കിളിൻ്റെ സ്ട്രെയിറ്റ് പോകുന്ന ആ വഴിയില്ലേ, അവിടെയാണ് കേട്ടോ നമ്മൾ കാണിച്ചത്. അവിടെയാണ് ലൈബ്രറിയും സോഷ്യൽ സയൻസ് ബ്ലോക്ക് വരുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സെൻട്രൽ സർക്കിളിൻ്റെ റൈറ്റ് ഭാഗത്തുള്ള വഴിയാണ് കേട്ടോ. അവിടെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിസ്ട്രി, ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, ഡെമോഗ്രഫി എന്നീ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഈ റോഡിലൂടെ പോകുമ്പോഴാട്ടോ. അതിൽ കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, ഞാൻ വഴിയെ കാണിച്ചു തരാം. നമ്മൾ സ്ട്രെയിറ്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റിലായിട്ട് കാണുന്നതാണ് കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് കേട്ടോ അത്. അഡ്മിഷന് വരുന്ന സമയത്ത് ഇൻ്റർവ്യൂവിന് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സും മെമോ ഒക്കെ നമുക്ക് ഇവിടെ നിന്നും പ്രിൻ്റ് എടുക്കാം. തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടൊരു ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഫോട്ടോസ്റ്റാറ്റിന് അവൈലബിൾ ആണ്. നമ്മളിന്ന് നേരെ നടക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടായിട്ട് ഒരു ചെറിയൊരു റോഡ് കാണാതെ ഈ റോഡ് കണ്ടോ, ഇവിടെയാണ് കേട്ടോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി ഒക്കെ ഉള്ളത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി ഇതാണ്. ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ചെറിയൊരു വഴി പോകുന്നത് കാണാം കേട്ടോ. ആ വഴി കൂടെ നടക്കുമ്പോൾ അവിടെ ഗ്രാനൈറ്റും കുറച്ച് കോൺക്രീറ്റും ഒക്കെ ഉണ്ടാവും. അവിടെ പണി നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറും. ഇവിടെ എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ നേരെ നമ്മൾ നടക്കുമ്പോൾ ഒരു ബിൽഡിംഗ് കണ്ടോ, വൈറ്റ് ബിൽഡിങ്. ഈ ബിൽഡിംഗ് ആണ് കേട്ടോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് നാനോ ടെക്നോളജി ആൻഡ് നാനോ സയൻസ് ആണ് കേട്ടോ. അവിടേക്ക് നമുക്ക് ഒപ്റ്റിക്കിൻ്റെ അതേ കൂടിയും വഴിയുണ്ട്. ഇവിടെ ഈ ബയോടെക്നോളജി, നാനോ ടെക്നോളജിയും ഡിപ്പാർട്ട്മെന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളിനി ബയോടെക്നോളജിയിൽ അവിടെ നിന്ന് സ്ട്രെയിറ്റ് പോകുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വുമൺ സെല്ലിൻ്റെ ഒരു റെസ്റ്റ് റൂം ഉണ്ട്. തൊട്ടപ്പുറത്ത് ഒരു വാഷ്റൂം ഉണ്ട് കേട്ടോ. നമ്മുടെ റൈറ്റ് സൈഡിലൊരു റോഡ് പോകുന്നുണ്ട് കേട്ടോ. അവിടെ 2-3 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇനി അവിടെ കാണിച്ചു തരാം. ശേഷം നമ്മൾ ഈ വുമൺ സെല്ലിൻ്റെ തൊട്ട് സ്ട്രെയിറ്റ് പോകുന്ന വഴി പോയി ഇവിടെയാണ് കേട്ടോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡെമോഗ്രഫി ഉള്ളത്. അവിടെ കുറേ മഞ്ചാടികളൊക്കെ ഉണ്ട്. പിന്നെ കൂടാത്ത ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസും അവിടെ തന്നെയാണ്. നമ്മൾ അങ്ങനെ സ്ട്രെയിറ്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും 2 ടേൺ ആയിട്ടുണ്ടാവേ. റൈറ്റ് സൈഡിലാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജോഗ്രഫി ഉള്ളത്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ലെഫ്റ്റ് സൈഡാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലേ, കമ്പ്യൂട്ടർ സയൻസിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡ്. ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇവിടെ നല്ല പച്ചപ്പാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ മൊത്തം പച്ചപ്പാണ്. കുറേ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്ട്രെയിറ്റ് നടക്കുമ്പോഴാണ് നമ്മുടെ ലെഫ്റ്റിൽ കാണുന്നതാണ് കേട്ടോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോകെമിസ്ട്രി. ശരിക്കും ഇതിലേക്കുള്ള എൻട്രൻസ് എന്ന് പറഞ്ഞാൽ തുളസി വനത്തിലൂടെയാണ്. ഫ്രണ്ട് ഗേറ്റിൽ പണി നടക്കുന്നുണ്ട്, അവിടെ ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇനി അടുത്ത ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്സ് ആണ്. സ്ട്രെയിറ്റ് പോകുമ്പോൾ തന്നെ ഒരു ബിൽഡിംഗ് ആണ്, അതാണ് കേട്ടോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്സ്. ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെയിറ്റ് നടക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ബ്ലോക്ക് ആട്ടോ അടുത്തത് കാണാൻ പോകുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ടേൺ തിരിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. നമുക്കിനി ആ ടേണിലേക്ക് തന്നെ തിരിച്ചു പോകണം. അതായത് നമ്മുടെ ആ വുമൺ റെസ്റ്റ് റൂമില്ലേ, അത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിൽ ആ ടേൺ കയറിയപ്പോഴാണ് നമ്മൾ ഡെമോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റും കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കണ്ടത്. നമുക്ക് നേരെ ഒരു വഴി കൂടി ഇല്ലേ, അവിടെ കൂടി നമ്മൾ പോവേണ്ടേ. അപ്പം നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഡെമോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്, ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ആ വാഷ്റൂം വരുന്നത്. ആ സ്ട്രെയിറ്റ് കിടക്കുന്ന റോഡ് കണ്ടില്ലേ, നമുക്കിനി അവിടെ കൂടി പോകണം. നമ്മളപ്പോൾ സ്ട്രെയിറ്റ് നടക്കുമ്പോൾ ആ വാഷ്റൂമിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് ആണ് കേട്ടോ IMK എന്ന് പറയുന്നത്. ഇതാണ് IMK എന്ന് പറഞ്ഞ ബിൽഡിങ്. IMK ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേലെ തന്നെയാണ് കേട്ടോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലോ വരുന്നതും. നമ്മൾ സ്ട്രെയിറ്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് IMK വരുന്നത്, നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിസ്ട്രി വരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കെമിസ്ട്രിയുടെ ബാക്കിലാണ് ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത്. കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ അതാണ് കേട്ടോ. നമ്മളിനി സ്ട്രെയിറ്റ് നടക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് സ്കൂൾ ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ് ആൻഡ് ലീഗൽ സ്റ്റഡീസ് എന്നുള്ള ബോർഡ് കാണാം കേട്ടോ. ആ ബിൽഡിങ്ങിൻ്റെ തൊട്ടറ്റത്തായിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ബിൽഡിംഗ് കഴിഞ്ഞ് നമ്മൾ സ്ട്രെയിറ്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്കി കാണാം കേട്ടോ. വലിയ ഡിപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്സ് എന്ന് എഴുതിയ പുതിയ ബിൽഡിംഗ് കാണാം കേട്ടോ. തൊട്ട് ഓപ്പോസിറ്റായിട്ട് റൈറ്റ് സൈഡിൽ ഒരു ടേൺ ഉണ്ട്. ആ ടേൺ ആണ് കേട്ടോ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ്, CSS ഓഫീസും ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻ്ററൊക്കെ ഈ ടേണിലൂടെ പോയാലാണ് കേട്ടോ. വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്സിൻ്റെ പുതിയ ബിൽഡിങ്ങിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ടേൺ, അതായത് റൈറ്റ് സൈഡിലെ ടേണിലൂടെ നമ്മൾ പോകുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് കാണാൻ പറ്റുന്നത്. ഇതാണ് കേട്ടോ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ എഞ്ചിനീയറിംഗ് കോളേജ്.
അവിടുന്ന് നമ്മൾ നടക്കുന്ന സമയത്ത് നമുക്ക് 2 ടേൺ കാണാവേ, ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും. റൈറ്റിലോട്ടുള്ള ടേൺ നമ്മുടെ ഫിസിക്സിലോട്ടുള്ള ടേൺ ആട്ടോ. ഫിസിക്സും നമ്മുടെ ബയോ കെമിസ്ട്രി വഴിയാണ്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ലെഫ്റ്റിലോട്ടുള്ള ടേണിലേക്കാണ്. യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഓഫീസിൻ്റെ മാതൃകയിൽ പണിതൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇത് കാണാനായിട്ട്. മേലെയാണ് കേട്ടോ CSSൻ്റെ ഓഫീസ് വരുന്നത്. എൻജിനീയറിംഗ് ഹാളിൻ്റെ അകത്താണ് കേട്ടോ ജൂബിലി ഹാള് വരുന്നത്. ഒരുപാട് പ്രോഗ്രാംസ് അവിടെ ഉണ്ടാവാറുണ്ട്. അവിടുന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആ റോഡ് നടക്കുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റർ ഉള്ളത്. നമ്മൾ അവിടുന്ന് മുന്നോട്ട് നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഗേറ്റ് കണ്ടോ, ഇതോ ആ ഗേറ്റ്, ഇതാണ് കേട്ടോ MH, അതായത് നമ്മുടെ മെൻസ് ഹോസ്റ്റൽ. ഇതാണ് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് നടക്കുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് MH വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് ടേൺ തിരിയുന്ന സമയത്ത് നമുക്ക് കാണാം അവിടെ ഒരു ക്യാൻറ്റീൻ. അവിടെ അടിപൊളി ഫുഡൊക്കെ കിട്ടും കേട്ടോ. പൊതിച്ചോറൊക്കെ അടിപൊളിയാണ്. നമ്മൾ എന്നിട്ട് അങ്ങനെ സ്ട്രെയിറ്റ് നടക്കുന്ന സമയത്ത് ആ വഴി അങ്ങ് നടന്നെത്തുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന FYUGPൻ്റെ വുമൻസ് ഹോസ്റ്റലാണ്. ഈ കാറ് വന്ന വഴിയില്ലേ, ആ വഴി കൂടെ വേണം ഇവിടേക്ക് വരാം. അപ്പം നമുക്ക് ആ വഴി കൂടെ ഒന്നുകൂടെ വന്നാലോ. അതായത് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് തിരിഞ്ഞ ടേണില്ലേ, ആ ടേൺ തിരിയാണ്ട് നമ്മൾ സ്ട്രെയിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ടേൺ ഉണ്ട്. ആ ടേണിലൂടെ താഴോട്ട് ഇറങ്ങിയാലാണ് അവിടെ വിശാലമായൊരു പ്ലേ ഗ്രൗണ്ടും ഉണ്ട്. ഹൈമാവതി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളൊരു കമൻറ്റ് ചെയ്യൂ. നമ്മൾ എവിടെയും തിരിയാണ്ട് നമ്മൾ സ്ട്രെയിറ്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഐറ്റേണിൻ്റെ ഡ്രൈവിംഗ് സ്കൂളിലിട്ട് കാറ് ബൈക്കൊക്കെ അവർ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ആ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അത് ജൂബിലി ഹാളിൻ്റെയാണ് കേട്ടോ. അതായത് നമ്മുടെ എഞ്ചിനീയറിംഗ് ബ്ലോക്കിൻ്റെ ബിൽഡിംഗ് ആണ്. ഐറ്റേണും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ പൂത്തുലഞ്ഞ ഗുൽമോഹറും നമ്മുടെ FYUGPൻ്റെ ഹോസ്റ്റലൊക്കെ കാണാവേ. ഈ വഴി കൂടെ ആട്ടോ ആ കാറ് പോയത്. ഞാൻ നേരത്തെ വന്ന് നിന്നില്ലേ, അത് ഇവിടെയാണ് വന്ന് നിന്നത്. ഇവിടെ നിന്നിട്ടുള്ള വ്യൂ ആണ് ഞാൻ കാണിച്ചെന്ന്, ഹോസ്റ്റൽ കാണിച്ചെന്നില്ലേ. നമ്മൾ ആ ടേൺ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ റിസർച്ച് ഹോസ്റ്റൽ ഫോർ മെന്ന് വരുന്നത്. നേരെ നോക്കിയാൽ ക്യാമ്പസിൻ്റെ ബാക്ക് ഗേറ്റും റൈറ്റ് നോക്കിയാൽ മെൻസിൻ്റെ ഹോസ്റ്റലും. ഇനി എൻ്റെ താവളം കാണിച്ചു തന്നില്ല നമ്മുടെ വുമൻസ് ഹോസ്റ്റലിന്നേ. അപ്പം നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് പോകുമ്പോൾ നമ്മുടെ ബാക്ക് ഗേറ്റ് ഇല്ലേ, ആ ബാക്ക് ഗേറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു റോഡ് കണ്ടോ. ഈ റോഡിലൂടെ പോകുമ്പോൾ പട്ടികളൊക്കെ ഉണ്ടാവും, സ്വാഭാവികം. നമ്മുടെ ക്യാമ്പസിൽ നമുക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി ഹെൽത്ത് സെൻറ്റർ ഉണ്ട്. തൊട്ടപ്പുറത്ത് ഒരു ലാബുണ്ട്. പനിയും ചുമയും വന്നാൽ ഞങ്ങൾ വിളിക്കാട്ടോ ഓടാ. ഹോസ്റ്റലിൽ തൊട്ടടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പമാണ്. നമ്മളിനി സ്ട്രെയിറ്റ് നടക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കേട്ടോ FYUGPൻ്റെ ഹോസ്റ്റൽ വരുന്നത്. സ്ട്രെയിറ്റിൽ കാണുന്ന ഈ ബ്ലൂ ഗേറ്റ് ആണ് കേട്ടോ നമ്മുടെ ഹോസ്റ്റല്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന അന്ന് എക്സാം എഴുതാനായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് വന്നിരുന്നു കേട്ടോ. അവർക്കൊക്കെ എളുപ്പമായെന്ന് വിചാരിക്കുന്നു. അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞുതരാവേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ സൗത്ത് ക്യാമ്പസിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കാണിക്കാത്ത കുറച്ച് ബിൽഡിംഗ് കൂടി ഉണ്ട്. അതായത് പോസ്റ്റ് ഓഫീസ്, ഇന്ത്യൻ ഓഫീസ്, അങ്ങനെ കുറച്ച് ബിൽഡിംഗ് കൂടി ഉണ്ട്. അത് ഞാൻ അടുത്തൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാവേ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.